ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഫാമിലയിലാണ് ഗായ്സ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എൻട്രൻസ് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ ഫീസും ടിക്കറ്റും എന്നൊക്കെ പറഞ്ഞാൽ 200 രൂപയാണ് ഒരാൾക്ക്. പിന്നെ നമുക്ക് ക്യാമലിന് ഫീഡ് ചെയ്യാൻ നമുക്ക് അതിന്റെ എല്ലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്നിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ ഐസിന് കൊടുക്കാൻ നോക്കി, പക്ഷെ അവന് കൊടുക്കത്ത പേടി ഗൈസ്. ഞങ്ങളെല്ലാവരും കൊടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയ ഒട്ടകം. അപ്പോ നമ്മൾ കയറി ചെല്ലുമ്പോ ആദ്യം ക്യാമലിനെയാണ് കണ്ടത്. പിന്നെ കുറച്ച് പോയപ്പോ നമ്മളവിടെ കുതിരേനെ കണ്ടു. കുതിരേനെ ഫീഡ് ചെയ്യാനും നമുക്ക് കുറച്ച് ഗ്രാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ കൊടുത്ത് എനിക്കാദ്യം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇടയക്കൂടെ കൈയിട്ട് കൊടുത്തതാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ആയിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ടായാലും പിന്നെ ഒരു കഫേ ഉണ്ട് അവിടെ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ 2 കുതിരയാണ് ഉണ്ടായത്. എല്ലാത്തിനും നല്ല നീറ്റ് ആൻഡ് ഇതിലാണ് അവര് സെറ്റാക്കിയിരിക്കണത്. നമുക്ക് അവർ തൊടയെ തലോട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്കതിൽ നല്ല ഒരു ഇത് പറയാണ്ട്. ഇപ്പോ വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്ലേസ് ആണ്. അപ്പൊ അതേ കണ്ടോ, ഞാൻ അവിടെ കൊടുത്തിട്ട് എനിക്ക് കൊടുക്കാനൊരു ഉള്ളിൻ്റെ ഉള്ളിൽ എന്നൊരു പേടി. പിന്നെ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്നോളുന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. മറ്റേ സുനാപ്പി തിരിഞ്ഞേ അതിനെ ചേട്ടാ പാപ്പ വാങ്ങലാമാ. சின்ன இது என்னன்னா നല്ല സുഖം. സിൽക്കി കോഴിയല്ലത്. ഇത് കൊത്തോ എടുത്തേക്കാൻ പറ്റോ? കൈമ പിടിക്കാൻ പറ്റോ? പിടിച്ച കേസ നീ എടുത്തോ? എങ്ങനെയുണ്ട്? പിള്ളേരെടുക്കണം എടുക്കണം ചാക്കുണ്ട കോഴീനെ പൂച്ച നിപ്പിളുള്ള സൈഡിൽ നിപ്പിളുള്ള അതിന്റെ ഇതിൽ പെട്ടെന്ന് തോന്നുന്നു മർമോസ്. ഇതാ മറ്റാളി ശിവൻ. ശിവൻ ஆமா
നല്ല രസമുണ്ടല്ലേ? അങ്ങനെ ഞങ്ങളെ കുറെ കിളികളെയും അതുപോലെ തന്നെ കുറെ മൃഗങ്ങളെയും ഇതുവരെ കാണാത്ത കുറെ കിളികളെയും മൃഗങ്ങളൊക്കെ കണ്ടു. എല്ലാത്തിനും കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം. കോഴിയിൽ തന്നെ ഞങ്ങൾ എത്ര വെറൈറ്റി കോഴീനെ കണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രാവിന്റെ കുറെ വെറൈറ്റി, കിളിയുടെ കുറെ വെറൈറ്റി, പിന്നെ നമ്മളെ ഓന്തല്ലേ ഓന്തിന്റെ പോലത്തെ കുറെ വെറൈറ്റീസ്, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഒരു ഭാഗത്ത് നിറച്ച് കോഴിയാണെങ്കിൽ ഒരു ഭാഗത്ത് നിറച്ച് കിളിയിലാണ് ശരിക്കും അവിടുത്തെ ഫേമസ് സാധനം. കാരണം എന്താണെന്ന് വെച്ചാൽ കിളികൾ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. നല്ല വെറൈറ്റി ആണ്. പിന്നെ ഇത് ഒരുക്കിയിരിക്കുന്നത് വെച്ചാൽ ഒരു കാടിന്റെ ഉൾഭാഗം പോലെയാണ് കേട്ടോ. അപ്പൊ ഈ കിളീനെ കാണാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അതും സാധിച്ച്. എന്റെ കുറെ ആഗ്രഹങ്ങൾ ഇങ്ങനെയാണ് സാധിച്ചത്. അപ്പൊ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല ഒരു സെറ്റ് ചെയ്തൊരു കാടിന്റെ ഉള്ളു പോലെയാണ്. അപ്പൊ എനിക്കായാലും മകായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് അവിടുത്തെ ഒരു ഒട്ടക പക്ഷിയാണ് ഗൈസ്. അതിന്റെ കാല് കണ്ടെങ്കിൽ ശരിക്കും പേടിയായി. പക്ഷെ ഒരു ചവിട്ട് കിട്ടിയാൽ മതി, എപ്പോഴാ ചാവാന്ന് മനസ്സിലാവില്ല. പിന്നെ ഞാൻ കിളിക്കൊക്കെ തീറ്റ കൊടുക്കാൻ നോക്കി, പക്ഷെ ആരും താഴത്തേക്ക് വരുന്നില്ല. പിന്നെ 2 എണ്ണം എൻ്റെ കയ്യിൽ നിന്ന് തിന്ന് പിന്നെ പറന്നു പോകുമ്പോൾ ഞാനും ഞെട്ടുന്നു ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം എല്ലാവരും കഴിച്ച് പോയി. അപ്പോൾ കണ്ട ഗൈസ്, ഇപ്പോൾ പറന്നു പോയപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ ആ തീറ്റ ഫുള്ള് പോയി. പിന്നെ ഒരു കിളി ഉണ്ടായിരുന്നു, അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടായി. അത് നമ്മുടെ സംസാരിക്കണ പോലത്തെയാണ്. പിന്നെ പല വെറൈറ്റി കിളികൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗി, പല കളറാണ്. പിന്നെ കോഴിയുടെ വേറെ വെറൈറ്റി, അങ്ങനെ പക്ഷികളാണ് ഉദിച്ച് നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾ കണ്ടതിൽ. അപ്പോൾ അവിടെ അത് കണ്ടിട്ട് എന്നിട്ടൊക്കെ ശാത്താങ്കോടി എന്തൊക്കെ കോഴികളുണ്ട് ഗൈസ്, മനസ്സിലാവുന്നില്ല. പിന്നെ ഞങ്ങളെ സെക്ഷൻ എത്തി. ഐതുനെ എനിക്കും ഒട്ടും പേടില്ലാത്ത സാധനമാണ് പൂച്ച. ഈ പൂച്ചേനെ കുറേ വീഡിയോസിൽ ഞങ്ങൾ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി അതിനെ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ ഒടുക്കാത്ത കാര്യമാണ് ഗൈസ്, ഞങ്ങൾ എടുക്കാനേ പോയില്ല. അപ്പം ഇതും ഞാനൊക്കെ അതിനെ കുറേ നേരം എടുത്ത് താലോലിച്ച് നടന്ന്. പിന്നെ അവിടെ അടുത്തൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഒട്ടും കാണാത്ത കുറച്ച് ആടിൻ്റെ വെറൈറ്റികളും അതുപോലെ തന്നെ തീറ്റ കൊടുക്കാൻ പറ്റുന്നതൊക്കെ. അപ്പം ആ ആട് നോക്കിയപ്പോഴേ എനിക്ക് എന്തോ പോലെ തോന്നി ഗൈസ്. പിന്നെ ഇതൊരു വെറൈറ്റി ആടാണ് ഗൈസ്. ഇതെന്തൂട്ടോ ഇതിൻ്റെ ഭക്ഷണമൊക്കെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് ഗൈസ് തരുന്നത്. പിന്നെ ഒരു കുഞ്ഞി കാളേനെ കണ്ട് ഗൈസ്. പിന്നെ വലിയ കാളേനെ കണ്ടു. ഇത് കൊത്തിയപ്പോ അതിന്റെ തീറ്റ അങ്ങനെ തന്നെ പിന്നെ എനിക്ക് കൊടുക്കാൻ പേടിയായി. പിന്നെ കുഞ്ഞി കുതിര ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കുതിരയുടെ മേലെ കയറി ഫോട്ടോ ഒക്കെ എടുത്ത്, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ താറാവ്, ഇതിനെ തൊടാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞിട്ടൊരു മക്ക ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് കുറെ താറാവ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൂട്ടം കൂടി നടക്കണമൊക്കെ കണ്ട്. തൊടാൻ പറ്റണമൊന്നുമില്ല. പിന്നെ അവിടെ അടുത്ത് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോന്ന്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ആൻഡ് അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.